ഇവർ പറയുന്ന ഞങ്ങളുടെ ഹീറോ എന്നിവർ പറയുന്ന നിങ്ങളുടെ ഹീറോ എവിടെയാണ്? നിങ്ങളുടെ ഹീറോ ആരാണ്? അത് പുലിക്കോട്ടിൽ തിരുമേനിയാണ്. അങ്ങനെയെങ്കിൽ പുലിക്കോട്ടിൽ തിരുമേനിക്ക് പത്രോസ് പാത്രിക്കീസുവായെ പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേട്ടുകളയാം. അപ്പൊ ഇതാണ് പുലിക്കോട്ടിൽ തിരുമേനി പറയുന്നത്. വലിയ മാർ ദീവന്നാസ്യൂസ് മെത്രാപ്പോലീത്ത എന്ന പേരിൽ പുലിക്കോട്ടിൽ മെത്രാനെ പറ്റി ചീരനച്ഛൻ എഴുതിയ പുസ്തകമാണിത്. ചീരൻ എന്ന് പറഞ്ഞാൽ കെയോസിക്കാരുടെ മെയിൻ അച്ഛനാണ്. ഇതും യാക്കോബക്കാരുടെ പുസ്തകമല്ല, കെയോസിക്കാരുടെ പുസ്തകമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഇദ്ദേഹത്തിന്റെ പൗരോഹിത്യത്തിന്റെ 50-ാം വാർഷികം, പുലിക്കോട്ടിൽ മെത്രാച്ചന്റെ പൗരോഹിത്യത്തിന്റെ ജൂബിലി കോട്ടയത്ത് നടന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു മംഗളപത്രം സമർപ്പിച്ചു. ഈ മംഗളപത്രം കൈപ്പറ്റിക്കൊണ്ട് മറുപടി പ്രസംഗം നടത്തി ഈ പറഞ്ഞ പുലിക്കോട്ടിൽ മെത്രാന്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നതാണിത്. മൂന്നാമത് പിന്നെ മംഗളപത്രത്തിൽ പ്രസ്താവിച്ച് കാണുന്നത് സ്ഥാനമേറ്റ് വന്ന ശേഷം പള്ളിക്കാരുടെ സഹായം ലഭിക്കാതെ സഹിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ്. ഞാനും മനുഷ്യദൃഷ്ടിപ്രകാരം സഹായമില്ലായിരുന്നു എന്ന് തോന്നുന്ന ആശ്ചര്യമല്ല. എന്നാലും ബാലിന് മുട്ടുകുത്താത്തവരായ 7000 ആത്മാക്കൾ തനിക്കുണ്ടെന്ന് കർത്താവ് ഏലിയാ നബിയോട് കൽപ്പിച്ചതുപോലെ അന്നും ദൈവം നമ്മെ കൈവിട്ടില്ല. അനേകം പള്ളിക്കാർ പരമാർത്ഥം അറിയാഞ്ഞിട്ടും സർക്കാരിന്റെ ആജ്ഞയെ ഭയന്നും വെളിപ്പെടാതെയിരുന്നു എന്നേ ഉള്ളൂ. കാലം ചെയ്ത പത്രോസ് പാത്രിക്കീസുവാവ തിരുമനസിലെ എഴുന്നള്ളത്തിനാൽ പരമാർത്ഥം വെളിപ്പെട്ടപ്പോൾ ബാലിന്റെ ദീർഘദർശിമാരെ നശിപ്പിക്കുവാൻ ഇസ്രായേൽ മുഴുവൻ ഏലിയായ്ക്ക് സഹായിച്ചതുപോലെ നമുക്ക് സഹായികളായി തീർന്നിരിക്കുന്നു. ഈ അവസരത്തിൽ പത്രോസ് പാത്രിക്കീസുവാവയെ കുറിച്ചും ഒരു വാക്ക് പറയാതിരിക്കാൻ പാടില്ല. യൂറോപ്യന്മാരെ കൂടെ സമ്മതിപ്പിക്കുവാൻ തക്ക ശേഷിയും പാണ്ഡിത്യവും ഉണ്ടായിരുന്ന ആ മഹാൻ തന്റെ വൃദ്ധതയെ അഗണ്യമാക്കി പ്രയാണം ചെയ്ത തന്റെ ദർശന മാത്രത്താൽ ബലവാന്റെ വില്ലിനെ ഒടിക്കുകയും മങ്ങിയിരുന്ന സമുദായ സ്വാമിഭക്തി എന്ന വിളക്കിന്റെ പ്രകാശത്തെ ജ്വലിപ്പിക്കുകയും ചെയ്തത് നിങ്ങൾക്കറിവുള്ള സംഗതിയാണല്ലോ. അതിനാൽ ഇന്നത്തെ നമ്മുടെ ഐശ്വര്യത്തിന്റെ ഒരു അടിസ്ഥാനം ആ പിതാവിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന്റെ നാമവും കൃതജ്ഞതാപൂർവം ഓർക്കേണ്ടിയിരിക്കുന്നു. പുലിക്കോട്ടിൽ മെത്രാന്റെ അഭിപ്രായമാണ്. അപ്പൊ ഇതാണ് സംഗതി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മഹാപരിശുദ്ധനായ പരിമല തിരുമേനി എന്നിന്നറിയപ്പെടുന്ന ചാതുര്യത്തിൽ ഗീവറീസ് റമ്പാച്ചൻ ഹൃദയപൂർവ്വം മലങ്കര സഭയുടെ ദുരവസ്ഥയെ കണ്ട് മലങ്കര സഭയെ നയിക്കുവാനോ ജനങ്ങളെ ബോധവൽക്കരിക്കുവാനോ ഉണർത്തുവാനോ പുലിക്കോട്ടിൽ മെത്രാച്ചൻ അപ്രാപ്തനാണെന്നും അദ്ദേഹത്തിന് അശേഷം കഴിവില്ല എന്നും കണ്ട് മലങ്കര സഭ നശിച്ച് നാനാവിധമായി പോകുമെന്നുള്ള ദുഃഖത്തിൽ പത്രോസ് തൃതീയ പാത്രിക്കീസുവാവയ്ക്ക് കണ്ണുനീരിൽ ചാലിച്ച് കത്തയക്കുകയും ആ കത്തിനെ പ്രതിഗ്രഹിച്ച് മലങ്കരയുടെ വേദനയെ കണ്ട് തന്റെ വൃദ്ധതയെ അഗണ്യമാക്കി, അതാണ് പുലിക്കോട്ട് തിരുമേനി പറഞ്ഞ വാക്ക്, വൃദ്ധതയെ അഗണ്യമാക്കി ദീർഘദൂരം യാത്ര ചെയ്ത് ഇംഗ്ലണ്ടിൽ ചെന്ന് പ്രതികൂല കാലാവസ്ഥയിൽ വിക്ടോറിയ രാജ്ഞിയെ മുഖം കാണിച്ച് അദ്ദേഹം അവിടെ നിന്ന് തനിക്ക് അനുകൂലമായ കൽപ്പന വാങ്ങിച്ചു. ആ കൽപ്പനയും വാങ്ങിച്ച് ഈ വിക്ടോറിയ രാജ്ഞിയെ പത്രോസ് തൃതീയ പാത്രിക്കീസുവാവ കാണാൻ ചെല്ലുമ്പോൾ തന്റെ ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ ഇരിക്കുകയായിരുന്നു. വിക്ടോറിയ രാജ്ഞി ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലായിരുന്നു. പത്രോസ് തൃതീയ പാത്രിക്കീസുവാവയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ രാജ്ഞിക്ക് വലിയ ആശ്വാസം ലഭിച്ചു. അതുകൊണ്ട് രണ്ടാമത് വീണ്ടും ഈ പത്രോസ് തൃതീയ ബാവായെ രാജ്ഞി വിളിച്ചു വരുത്തി മരണാനന്തര അവസ്ഥയെപ്പറ്റി ബാവായുടെ പ്രസംഗം കേട്ടു. ആംഗ്ലിക്കന്മാർക്ക് അത്ര അറിവില്ലായിരുന്നു. സുറിയാനി സഭയുടെ വിശ്വാസത്വം പത്രോസ് തൃതീയ പാത്രിക്കീസുവാവ പറഞ്ഞപ്പോൾ രാജ്ഞി മരിച്ചുപോയ തന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാവായോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പരേതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പാത്രിക്കീസുവാവ ഇംഗ്ലണ്ടിന്റെ വിക്ടോറിയ രാജ്ഞിയുടെ മരിച്ചുപോയ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചു. രാജ്ഞിക്ക് വലിയ സമാധാനം വന്നു. അതുകൊണ്ട് അതിൽ സംപ്രീതിയായിട്ട് രാജ്ഞി തനിക്ക് അനുകൂലമായ കൽപ്പന എഴുതുക മാത്രമല്ല, കൊട്ടാരം ചിത്രകാരനെ വിളിച്ചു വരുത്തി പത്രോസ് പാത്രിക്കീസുവാവയുടെ ഒരു എണ്ണച്ചായ ചിത്രം വരയ്ക്കാൻ, അന്നത്തെ കാലത്തൊക്കെ ഛായാചിത്രം വരയ്ക്കുന്ന പ്രഭുക്കന്മാരുടെ ഒക്കെ മാത്രമാണ്. അങ്ങനെ പത്രോസ് പാത്രിക്കീസുവാവയുടെ ചിത്രം ബക്കിംഗ്ഹാം പാലസിൽ ഇരുന്ന് വരച്ചു. ആ ചിത്രം ഇന്ന് കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ ഔദ്യോഗിക വസതിയായ ലണ്ടനിൽ ലാംബത്ത് പാലസിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചിത്രം കാണണമെങ്കിൽ പത്രോസ് പാത്രിക്കീസുവാവയുടെ ലാംബത്ത് പാലസിൽ ഇരിക്കുന്ന വിക്ടോറിയ രാജ്ഞി വരപ്പിച്ച ചിത്രം കാണണമെങ്കിൽ നിങ്ങൾ ഗൂഗിളില് ലാംബത്ത് പാലസ് പീറ്റർ തേർഡ് പാത്രിയാർക്കി പിക്ചർന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ആ ചിത്രം കിട്ടും.
അപ്പം അത്രമാത്രം അവിടെ ആദരിക്കപ്പെട്ടു, ദൈവത്താൽ മാനിക്കപ്പെട്ടു. അങ്ങനെ കൽപ്പനയുമായിട്ട് അദ്ദേഹം വന്നു. അങ്ങനെ ഒരു കൽപ്പന കൊണ്ടുവന്നുകൊണ്ടാണ് മലങ്കരയിൽ ഈ വിശ്വാസം തന്നെ ഉണ്ടായത്. അതുകൊണ്ടാണ് പറഞ്ഞേ, മലങ്കര സഭയുടെ ശില്പി, രക്ഷകൻ, സംരക്ഷകൻ, സംവിധായകൻ, ഏത് സ്ഥാനം എടുത്താലും ഒറ്റ പേരേ ഉള്ളൂ, പത്രോസ് പാത്രിക്കീസ് ബാവ. അദ്ദേഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ നന്ദികേട് പറയുകയും ഈ ചരിത്രഗതിയിൽ പൃഷ്ഠം തിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും ശപിക്കപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി പത്രോസ് തുതിയൻ പാത്രിക്കീസായിട്ട് അത് ഏതവനാണേലും ഈ ഫേസ്ബുക്കിൽ എഴുതുകയോ സോഷ്യൽ മീഡിയയിൽ പറയുകയോ ചെയ്താൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. ശപിക്കപ്പെട്ടവെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം, ഇത് ദൂതന്മാരുടെ സർവ്വസംഘത്താലും വിശുദ്ധന്മാരുടെ സമൂഹത്താലും പരിശുദ്ധ പരിമല തിരുമേനി, അതുപോലെ ഇപ്പോ നമ്മൾ കേട്ട പുലിക്കോട്ട് തിരുമേനി, ഇവരുടെ എല്ലാം വാക്കുകളാലും നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്. കാരണം അവരെ അദ്ദേഹത്തെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്ത് എഴുതിയിരിക്കുമ്പോൾ അവർ ആത്മലോകത്തിൽ നിൽക്കുന്നവരാണ്. അവരുടെ വാക്കുകളെ നിങ്ങൾ ഗണിക്കാതെ നിങ്ങൾ സ്വന്തം ഭാവനയിൽ പത്രോസ് തൃതീയൻ ബാവായെ പറ്റി ഇങ്ങനെ ചുമ്മാ ഭാവനയിൽ ഈ നുണ പറയുകയും അവഹേളിക്കുകയും ചെയ്താൽ അത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുന്ന പോലെ ഇരിക്കും. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും അതിനാൽ ശപിക്കപ്പെട്ടവർക്ക് ഐ ആം നോട്ട് പ്ലേസിങ് എനി കഴ്സസ്. കഴ്സസ് ഈസ് ദ റോഡ് ഓഫ് കഴ്സസ് ഈസ് ഓൾറെഡി പ്ലേസ്ഡ്. അങ്ങനെയാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ, പ്രോഫറ്റിക് മിനിസ്ട്രിയെ പറ്റി പഠിക്കുമ്പോൾ ദ റോഡ് ഓഫ് കഴ്സസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ദ റോഡ് ഓഫ് കഴ്സസ് ഈസ് ഓൾറെഡി പ്ലേസ്ഡ്. അത് നിങ്ങൾക്കറിയാം, ജോഷുവ പറയുന്നുണ്ട്, ഈ പട്ടണത്തെ ഞാൻ ശപിച്ചിരിക്കുന്നു. ഈ പട്ടണം ആരെങ്കിലും പണിയാൻ ശ്രമിച്ചാൽ അതിന്റെ കട്ടള വെക്കുമ്പോൾ അവന്റെ മൂത്ത മകൻ പാമ്പ് കടിച്ചാവും, അതിന്റെ ഉത്തരം വെക്കാൻ ശ്രമിച്ചാൽ അവന്റെ ഇളയ മകൻ ഇടിവെട്ടിച്ചാവും. ഇങ്ങനെയൊക്കെ ശാപം വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് പുതുതായിട്ട് ആരും ശപിക്കുന്നില്ല, ഇറ്റ് പ്ലേസ്ഡ്. അതുകൊണ്ട് തിരശ്ശീലയ്ക്ക് അപ്പുറത്തോട്ട് പോയിട്ടുള്ള വിശുദ്ധ പിതാക്കന്മാർ പുകഴ്ത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് പരിമല തിരുമേനി ഏറ്റവും ആദരിച്ച പത്രോസ് തുതിയൻ ബാവായെ പറ്റി നിങ്ങൾ വള്ളു പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? പരിമല തിരുമേനിയോട് വഴക്കുണ്ടാക്കുകയാണ്. പരിമല തിരുമേനിയോട് വഴക്കുണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും? ആ പുണ്യപിതാവിന്റെ പ്രാർത്ഥനകളാൽ നിങ്ങൾക്ക് വരേണ്ടുന്ന നന്മകൾ വരാതിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആത്മമണ്ഡലത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നിനക്ക് വലിയ ദോഷം ഉണ്ടാകും. എന്നിട്ട് ഞാൻ ആരെയും ശപിക്കുന്നില്ല, അങ്ങനെയുള്ള ശാപങ്ങളിലൊന്നും വിശ്വസിക്കുകയോ ശപിക്കുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ. പക്ഷെ ഞാൻ പറഞ്ഞൊരു സ്പിരിച്വൽ പ്രിൻസിപ്പിളാണ്. അതുകൊണ്ട് നീ ഇനി കൂലിയെഴുത്തുമായിട്ട് ഇറങ്ങിയാൽ, ഇതിപ്പോ നിങ്ങൾ അറിയാത്തത് കൊണ്ട് ക്ഷമ കിട്ടി. പക്ഷെ ഇപ്പൊ ഈ ലൈവ് കേൾക്കുന്നതിലൂടെ നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്, പത്രോസ് തുതിയൻ പാത്രിക്കീസ് ബാവായെ പറ്റി ഇനി നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരുന്നാൽ ആ കേഴ്സ് നിങ്ങളുടെ മേൽ വന്ന് വീഴും. കാരണം ദ റോഡ് ഓഫ് കേഴ്സ് ഈസ് ഓൾറെഡി പ്ലേസ്. ഇറ്റ് ഈസ് നോട്ട് ഫ്രം മൈ സെൽഫ്, ഇറ്റ് ഈസ് നോട്ട് മൈ ജോബ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ ഇങ്ങനെ ഒരു സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ